പഴയ കാലത്തെ പല ക്ഷേത്രങ്ങളുടെയും മതിൽക്കെട്ടുകൾ കടന്നാൽ മണൽ വിരിച്ചതോ കരിങ്കൽ പാകിയതോമായ നിലമായിരിക്കും. അതിനാൽ പാദങ്ങൾക്ക് കേടില്ലാതെ നടക്കാം. വൃത്തിയുള്ള സ്ഥലത്ത് കുറച്ച് സമയം നഗ്നപാദരായി നടക്കുന്നത് നല്ലതാണ്. പാദരക്ഷകൾ ഉപയോഗിക്കാതെ വേണം ക്ഷേത്രങ്ങളിൽ കയറാൻ എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ഇത് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. കലിയുഗ വരദനായ ഭഗവാൻ ശ്രീ അയ്യപ്പൻ ഭക്തജനങ്ങൾക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി കുടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമത്രേ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. ഹരിഹരസുതനേ ശരണം അയ്യപ്പ സ്വാമി ശരണം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ചെർപ്പുളശ്ശേരിയിലാണ് പ്രസിദ്ധി കേട്ട ഈ അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം വരുന്നവർക്ക് പാലക്കാട് നിന്നും ഗുരുവായൂർ റൂട്ടിൽ സഞ്ചരിച്ച് കോങ്ങാട് തിരുവാഴിയോട് വഴി ചെർപ്പുളശ്ശേരി ടൗണിലെത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. തൃപ്പടി കാക്കും തിരുസന്നിധാനം ശരണം അയ്യപ്പ സ്വാമി ശരണം ഹരിഹരസുതനേ ശരണം. സ്കന്ദപുരാണ പ്രകാരം അസുരന്മാരിൽ നിന്നും അമൃത് വീണ്ടെടുക്കുന്നതിനായി മോഹിനി രൂപം ധരിച്ച വിഷ്ണുവിൽ ഭ്രമിച്ച ശിവന് ആ വിഷ്ണുമായയിലുണ്ടായ പുത്രനത്രേ ശാസ്താവ്. ശാസ്താവ് എന്ന ദേവതാസങ്കല്പത്തിന്റെ അവതാരമാണ് അയ്യപ്പൻ. പന്തളം രാജാവിന്റെ വളർത്തുമകനും വില്ലാളി വീരനും അസാമാന്യ ശക്തിവിശേഷങ്ങൾക്ക് ഉടമയുമായിരുന്ന ഒരു ധീര യുവാവ് ശബരിമല ക്ഷേത്രം നിർമ്മിച്ചതായി കരുതപ്പെടുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ഒരു അവതാര പുരുഷനായി കരുതി. ശബരിമലയിൽ വച്ചു തന്നെ അദ്ദേഹം സമാധിസ്ഥനാവുകയും ചെയ്തു. അങ്ങനെ അയ്യപ്പ ചൈതന്യം അവിടെയുണ്ടായിരുന്ന ശാസ്താവിന്റെ ചൈതന്യത്തിൽ വിലയം പ്രാപിച്ചു. അന്നു മുതൽ ശാസ്താവിന്റെ പൂർണ്ണ അവതാരമായി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങി. കൊല്ലവർഷം 300-നോടടുത്താണ് അയ്യപ്പന്റെ ജീവിതകാലം എന്നാണ് കരുതപ്പെട്ടു വരുന്നത്. അയ്യപ്പ സ്വാമി ശരണം ഹരിഹരസുതനേ ശരണം. ശാസ്താവിന് കുടുംബസ്ഥനായും അല്ലാതെയുമുള്ള ഭാവസങ്കല്പങ്ങളുണ്ട്. എന്നാൽ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായാണ് ആരാധിക്കപ്പെട്ടു വരുന്നത്. സ്വയംഭൂ പ്രതിഷ്ഠകൾ, ശിലയിലും ലോഹത്തിലും നിർമ്മിച്ച രൂപവിഗ്രഹങ്ങൾ എന്നിവയാണ് കേരളത്തിലെ ശാസ്താക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നത്. പഴയ അയ്യപ്പൻ പാട്ടുകളിൽ സൂചിപ്പിക്കുന്ന നിരവധി അയ്യപ്പൻ കാവുകളിൽ ഒന്നത്രേ ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്. ആയിരത്തിലധികം വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്. ഇന്ന് വള്ളുവനാടൻ പ്രദേശത്തെ കീർത്തികേട്ട ക്ഷേത്രങ്ങളിലൊന്നായ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമത്രേ. ശരണം നാരായണ സുത ശരണം. മുൻപ് 32ഓളം ഇല്ലങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ഈ ഗ്രാമത്തിലെ പ്രസിദ്ധി കേട്ട ഒരു മനയായിരുന്നു ചെർപ്പുളശ്ശേരി മന. അനവത്യതാ ദുഃഖം അനുഭവിച്ചു വന്നിരുന്ന ഈ മനയിലെ നമ്പൂതിരി ഒരിക്കൽ ഇഷ്ടസന്താന ലബ്ധിക്കായി തൃശൂർ ജില്ലയിലെ പെരുവനത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവുള്ളക്കാവ് ശാസ്താക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നുവത്രേ. വർഷങ്ങൾ നീണ്ട ഭജനത്തിനു ശേഷം ഒരു ത്രിസന്ധ്യയിൽ അദ്ദേഹം സ്വവസതിയിൽ തിരിച്ചെത്തുകയുണ്ടായി. വസതിയിൽ തിരികെ എത്തിയ ദിനം രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നമ്പൂതിരി
പിറ്റേന്ന് കാലത്ത് ഉണർന്നെണീറ്റപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇല്ലത്തിന്റെ നടുമുറ്റത്ത് ശ്രീ ധർമ്മശാസ്താവിന്റെ ദിവ്യായുധമായ ചുരിക ഉയർന്നു നിൽക്കുന്നതാണ് നമ്പൂതിരിക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ട നമ്പൂതിരി അടുത്തു ചെന്ന് ആ ചുരികമേൽ സ്പർശിച്ചു. സ്പർശനമാത്രയിൽ ചുരിക ഭൂമിയിൽ താണുപോകുകയും തൽസ്ഥാനത്ത് സ്വയംഭൂവായി ശ്രീ ധർമ്മശാസ്താവ് അവതരിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. നിത്യപൂജയ്ക്ക് പത്മമിടുവാനായി കരുതി വച്ചിരുന്ന അല്പം അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് അടയുണ്ടാക്കി ആ ദരിദ്ര ബ്രാഹ്മണൻ ദേവന് നേദിക്കുകയുണ്ടായി. ക്ഷിപ്രപ്രസാദിയും കരുണാമയനുമായ ദേവൻ സംപ്രീതനായി ഇഷ്ടഭക്തന്റെ അഭീഷ്ടത്തെ സാധിച്ചു കൊടുത്തു. കാലാന്തരത്തിൽ ഈ ബ്രാഹ്മണാലയം ദേവാലയമായി മാറി. നടുമുറ്റം ശ്രീകോവിലും നാലുകെട്ട് തിടപ്പള്ളിയുമായി മാറുകയുണ്ടായി. ചെർപ്പുളശ്ശേരി ഇല്ലം അന്യം നിന്നപ്പോൾ അവിടുത്തെ കാര്യസ്ഥനായിരുന്ന ഉമിക്കുന്നത്ത് നായരാണ് ഈ ബ്രാഹ്മണാലയത്തെ ഒരു ദേവാലയമാക്കി മാറ്റിയത് എന്നാണ് പുരാവൃത്തം. പടിയിലെൻ ചിത്തമാമുടുക്കും കൈയിലേന്തി ബ്രാഹ്മണാലയം ഒരു ദേവാലയമായി രൂപാന്തരപ്പെട്ടതോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവും ദേവചൈതന്യവും വർദ്ധിക്കുകയുണ്ടായി. അക്കാലത്ത് 36,000 പറ നെല്ല് പാട്ടം വരവുണ്ടായിരുന്ന തരത്തിൽ സമ്പന്നമായിരുന്നു ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. കാലങ്ങൾ കടന്നു പോകവേ ചെർപ്പുളശ്ശേരി മന അന്യം നിൽക്കുകയും ക്ഷേത്രഭരണം അന്നത്തെ നാടുവാഴിയായിരുന്ന നെടുങ്ങാതിരിപ്പാട് ഏറ്റെടുക്കുകയും ചെയ്തു. വിശ്രുതമാമുദ്രമാറിലേറ്റി വൃശ്ചികമൊന്നിന തുളസിമാലയിൽ നിൻ വിശ്രുതമാമുദ്രമാറിലേറ്റി ശരണം വിളിച്ചു നീയേ ഗതി. വള്ളുവനാടിനും പാലക്കാടിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ രാജ്യമായിരുന്ന നെടുങ്ങാടിന്റെ ഭരണാധികാരിയായിരുന്നു നെടുങ്ങാതിരിപ്പാട്. ചെർപ്പുളശ്ശേരി തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഈ രാജ്യത്തിന് കീഴിൽ എളമ്പുലാശ്ശേരി, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, കല്ലടിക്കോട്, വടക്കുംപുറം, മൂത്തേടത്ത് മാടമ്പ്, തൃക്കടീരി, ചളവറ, നടുവട്ടം, കാറൽമണ്ണ, കുലിക്കല്ലൂർ, ചുണ്ടമ്പറ്റ, വിളയൂർ, പുലാശ്ശേരി, മുതുതല, പെരുമുടിയൂർ, നേതിരിമംഗലം, പള്ളിപ്പുറം, വല്ലപ്പുഴ, കോതക്കുരിശി, എളേടത്ത് മാടമ്പ്, ചുനങ്ങാട്, മുളഞ്ഞൂർ, പേരൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നു. പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി സാമൂതിരിപ്പാടിന്റെ പ്രതിനിധിയായി കരിമ്പുഴയിൽ നാടുവാണിരുന്ന ഏറാൾപ്പാട് നെടുങ്ങാതിരിയെ തോൽപ്പിച്ച് നാട് പിടിച്ചടക്കി. നെടുങ്ങാതിരിക്ക് ക്ഷേത്രത്തിലെ ചില അവകാശങ്ങൾ മാത്രം വിട്ടുകൊടുത്തു. കാലങ്ങൾ പോകവേ ക്ഷേത്രഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ 1928 മദിരാശി സർക്കാർ ക്ഷേത്രം ഏറ്റെടുത്തു. നെടുങ്ങാതിരിപ്പാടും മറ്റും പേരിന് മാത്രം ട്രസ്റ്റികളായി തുടർന്നു പോന്നു. ഭൂനിയമം വന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ ഭൂസ്വത്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായും അന്യാധനപ്പെടുകയുണ്ടായി. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ചു വരുന്ന 2 പാരമ്പര്യ ട്രസ്റ്റിമാരും 3 പാരമ്പര്യേതര ട്രസ്റ്റിമാരും ഉൾപ്പെടുന്ന ട്രസ്റ്റി ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ ഭരണം നടത്തപ്പെടുന്നത്. 18-ാം പടിയിലെൻ ചിത്തമാമുടുക്കും കൈയിലേന്തി പാടുകയല്ലോ ഞാൻ കർപ്പൂരപ്രിയനേ നിൻ പാദാരവിന്ദം. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ചെർപ്പുളശ്ശേരിയിൽ അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത്. നിത്യേന 3 പൂജകൾ വിധിപ്രകാരം നടന്നുവരുന്നു. അഴകത്തു മനയ്ക്കാണ് അയ്യപ്പൻകാവിലെ തന്ത്രാധികാരം. 101 നാഴി അടയാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഏറ്റവും പ്രധാന വഴിപാട്. 101 നാഴി അട കൂടാതെ മുട്ടറുക്കൽ, ശംഖാഭിഷേകം, നെയ്യഭിഷേകം, മഹാപായസം, കൂട്ടുപായസം, പഞ്ചസാര പായസം എന്നിവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഉൾപ്പെടുന്നു. ഞങ്ങൾ വരുന്നു മുക്തിമാർഗം തേടിയല്ലോ. കാര്യസാധ്യത്തിനായാണ് ഈ ക്ഷേത്രത്തിൽ 101 നാഴി അടവഴിപാടും ചതുശതവും നടത്തിവരുന്നത്. വീടു വിട്ടു പടിയിറങ്ങി ഞങ്ങൾ വരുന്നു മുക്തിമാർഗം. മംഗല്യഭാഗ്യത്തിനായി 30 ശനിയാഴ്ചകളിൽ
മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തപ്പെടുന്നു. തുണയേകണേ ആദിപൂജ നൽകിടുന്നു വിഘ്നേശ്വര. ശനിദോഷ പരിഹാരത്തിനായി ശാസ്താവിന് എള്ളുതിരി കത്തിക്കുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടിൽ ഉൾപ്പെടുന്നു. ഗണപതിയെ തുണയേകണേ അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേകണേ. ഇഷ്ടസന്താന ലബ്ധിക്കായി നടത്തപ്പെടുന്ന തീയാട്ട് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ പ്രധാനമായ ഒരു വഴിപാടാണ്. മുഖ്യദേവനായ അയ്യപ്പസ്വാമിയെ കൂടാതെ നവഗ്രഹങ്ങൾ, ഗണപതി, ശിവൻ, രക്ഷസ്, നാഗരാജാവ് എന്നിവർ ഉപദേവന്മാരായും ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ കുടികൊള്ളുന്നു. ആയില്യം നാളിൽ സർപ്പപൂജയും രക്ഷസിന്റെ ഉപദ്രവ ശമനത്തിന് 30 വ്യാഴാഴ്ചകളിൽ രക്ഷസിന് പാൽപായസ നേദ്യവും നടത്തിവരുന്നു. പാട്ടുപാടി ഞങ്ങൾ വരുന്നു, മോക്ഷമാർഗം തേടിയല്ലോ ഞങ്ങൾ വരുന്നു. കുംഭമാസത്തിലെ ഉത്രം നാൾ കൊടിയേറി 10 ദിവസത്തെ ഉത്സവമാണ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഉത്സവമാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ വർഷം തോറും നടന്നുവരുന്ന തിരുവുത്സവം. കുമ്പിടുവാൻ തുണയേകണേ ആദിപൂജ നൽകിടുന്നു വിഘ്നേശ്വര. 8ാം വിളക്കാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ഒരു പ്രധാന ചടങ്ങ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന 8ാം വിളക്ക് നാൾ രാവിലെ ഉത്സവബലിയും ഉച്ചയ്ക്ക് ശേഷം അഞ്ചാനയുമായുള്ള കാഴ്ചശീവേലിയും നടക്കുന്നു. തിരുവുത്സവത്തിന്റെ 9ാം നാൾ പള്ളിവേട്ടയും 10ാം നാൾ ആറാട്ടും അതിവിപുലമായി ആഘോഷിച്ചു വരുന്നു. ചുനാളികേരം ശനിയടിച്ചിറങ്ങുന്നു, വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര, വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര. പമ്പാ ഗണപതിയെ തുണയേകണേ അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേകണേ.